ഇപ്പോൾ കോന്നി MLA പരിഭവം എന്താണ്, അതിന്റെ അടിസ്ഥാനമുണ്ടോ എന്നതൊക്കെ നമുക്ക് പരിശോധിക്കണം. KU ജിനീഷ് കുമാർ തത്സമയം മാതൃഭൂമി ന്യൂസിനോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ KU ജിനീഷ് കുമാർ, ഒരു ദുരന്തമുഖത്താണ് നിൽക്കുന്നത്. അതിന്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രി അവിടേക്ക് 2-3 ദിവസത്തിനകം എത്തുന്നത്. കഴിഞ്ഞ ദിവസം എത്തുമ്പോൾ MLA കണ്ടു. അവിടെയുണ്ട മറ്റ് MLA സാന്നിധ്യമുണ്ടായിരുന്നു. കോന്നി MLA സാന്നിധ്യമില്ലായിരുന്നു. കോന്നിയിലേക്ക് അദ്ദേഹം എത്തിയില്ല എന്ന പരിഭവം എന്തുകൊണ്ടാണ് അങ്ങേക്ക് പറയേണ്ടി വരുന്നത്? തീർച്ചയായും ഈ ദുരന്തം അതിജീവിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ ഘട്ടത്തിലല്ല ഒരു ഘട്ടത്തിലും ഇത്തരം രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്തണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല ഞാൻ. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്തനംതിട്ടയിലേക്ക് വന്നത് കോന്നി വഴിയാണ്. കോന്നി വഴി പോകുമ്പോൾ ആ കോന്നിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വണ്ടി നിർത്തി ഒന്ന് നോക്കിയാൽ തന്നെ ഏക്കർ കണക്കിന് കർഷകരുടെ കൃഷി നശിച്ചു കിടക്കുന്ന കാഴ്ച അദ്ദേഹത്തിന് കാണാൻ കഴിയുമായിരുന്നു. കോന്നിയിൽ വഴി പോയിട്ട് പോലും കോന്നിയിൽ അദ്ദേഹം ഒരു മിനിറ്റ് ഒന്ന് ഈ ദുരന്ത മേഖല കാണുവാൻ തയ്യാറായിട്ടില്ല. കോന്നിയെ സംബന്ധിച്ചിടത്തോളം 3 സ്ഥലത്താണ് വലിയ ഉരുളുകൾ പൊട്ടിയിട്ടുള്ളത്. കൊക്കാത്തോട്ടിലും തേക്കുതോട്ടിലും വയ്യാറ്റുപുഴയിലും. അതോടൊപ്പം തന്നെ 8ഓളം വീടുകൾ പൂർണ്ണമായി തകർന്നു. നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. സംരക്ഷണ ഭിത്തി പോയി. മണ്ണ് ഇടിഞ്ഞ് വീടിന് മുകളിൽ കിടക്കുന്നു. 16ഓളം റോഡുകൾ തകർന്നു. ആ റോഡുകൾ പല റോഡുകളും ഇപ്പോഴും ഗതാഗതയോഗ്യമായിട്ടില്ല. നിരവധി സ്ഥലത്ത് വെള്ളം കയറി. ആ നിലയിൽ 2 വെള്ളക്കയറ്റവും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും എല്ലാം ഉണ്ടായ ഒരു സ്ഥലത്തു കൂടി സന്ദർശിച്ചപ്പോഴെങ്കിലും അദ്ദേഹം ബാക്കി 3 സ്ഥലത്തും പോയി. ദുരിതമുള്ള ആറന്മുളയിലും റാന്നിയിലും അദ്ദേഹം തിരുവല്ലയിലും പോയി. അതോടൊപ്പം തന്നെ ഇതിനകത്ത് പരിഭവമല്ല എന്നെ അറിയിക്കുക എന്നുള്ളത്. ഞാൻ LDFൻ്റെ MLA ആയതുകൊണ്ട് എന്നെ ഒഴിവാക്കപ്പെടേണ്ട കാര്യമുണ്ടോ? പരിഭവമല്ല. എനിക്ക് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, ജില്ലാതല ഓഫീസർമാർ പങ്കെടുക്കുന്ന മീറ്റിങ്ങിൽ പങ്കെടുത്താൽ ഗ്രൗണ്ടിൽ ഫീൽഡിൽ പല വകുപ്പുകളുമില്ല. ആ പോരായ്മ അവിടെ ചൂണ്ടിക്കാട്ടാൻ വേണ്ടി കഴിയും. ഇപ്പോൾ വൈദ്യുതി വകുപ്പിൽ മുമ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? മൊത്തം ഒരുപാട് പോസ്റ്റുകൾ ഒഴിഞ്ഞു, ലൈനാകെ പോയി, വല്ലാണ്ട് പ്രയാസം. അപ്പം നമ്മൾ മുമ്പ് ചെയ്യുന്നത് എന്താ? പുറത്തുനിന്ന് ഉദ്യോഗസ്ഥരെ കൊണ്ടുവരും. പക്ഷേ ഇവിടെ 6ഉം 7ഉം 10ഉം ഉദ്യോഗസ്ഥരുള്ളിടത്താണ് അവരെ വെച്ചാണ് ഈ പറയുന്ന 300 ക്യാബിനറ്റിന് ശേഷമുള്ള ബ്രീഫിംഗിൽ ഈ വിഷയം ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി അങ്ങയിൽ ശ്രദ്ധയിൽപ്പെട്ടുകയാണ്. MLA ആരെയും ഈ കാര്യത്തിൽ ക്ഷണിച്ചിരുന്നില്ല എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. അത് കേൾക്കുമ്പോൾ അങ്ങേക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത് അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയുമായി ബന്ധപ്പെട്ട്? അല്ല, അത് അദ്ദേഹം വളരെ ഭംഗിയായി എല്ലാ വിഷയത്തിനും നന്നായി കള്ളത്തരം പറഞ്ഞ് ഫലിപ്പിക്കാൻ പ്രത്യേക ഒരു കഴിവുള്ള വ്യക്തിയാണെന്ന് ഇപ്പോൾ നമ്മൾ ആരെയും പഠിപ്പിക്കേണ്ടതില്ല. മറ്റ് 4 MLA അവിടെ എത്തി. എങ്ങനെ എത്തി? ആ മീറ്റിംഗ് ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? മറ്റ് 4 MLA അടൂർ MLA ഉൾപ്പെടെ എത്തി. അപ്പോൾ കോന്നി MLA മാത്രം വിളിച്ചില്ല. ഇതിനുശേഷം വൈകിട്ട് ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചു എന്നാണ് അവരെന്നോട് പറഞ്ഞത്. കോന്നി MLA അറിയിക്കേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ധാരാളം പോരായ്മകൾ ഈ ഏകോപനത്തിൻ്റെ കാര്യത്തിലുണ്ട്. അതെല്ലാവർക്കും, ഇവിടെയുള്ള മീഡിയക്കാർക്കറിയാം, നാട്ടിലെ ജനങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. ആ പോരായ്മകൾ അവിടെ ചൂണ്ടിക്കാട്ടിയാൽ പ്രശ്നമാകുമോ എന്ന ഒരു ഭയത്താലാണ് അദ്ദേഹം ഒഴിവാക്കപ്പെട്ടത്. ഇപ്പോൾ കണക്കുകൾ പോലും വ്യക്തമായി എടുക്കുന്നില്ലെന്ന്. ഇത് ആരോട് പരാതി പറയാൻ പറ്റും? കണക്കുകൾ എടുക്കുന്നില്ല. ഇവരെവിടുന്നോ ശൂന്യതയിൽ നിന്നുള്ളൊരു കണക്കങ്ങ് പറയുക. ഒരു കണക്കും ഇതുമായി യോജിക്കുന്നതേ അല്ല. ഇപ്പോൾ കൃഷി വകുപ്പിൻ്റെ പല ഓഫീസർമാരില്ല. പലയിടത്തും വില്ലേജ് ഓഫീസർമാരില്ല. പലയിടത്തും പഞ്ചായത്ത് സെക്രട്ടറിമാരില്ല. അപ്പോൾ ഇതിൻ്റെ എപ്പോഴും ഇവർ കണക്കെടുക്കാനാ? നഷ്ടപരിഹാരം കൊടുക്കണമെങ്കിൽ ആദ്യം കണക്കെടുക്കണ്ടേ?
ഒരുപാട് കൃഷിഭൂമികൾ നശിച്ചു. ഏക്കർ കണക്കിന് കൃഷിഭൂമിയാണ് ഉരുൾപൊട്ടി ഒലിച്ചു പോയത്. ഇതെല്ലാം നാട്ടുകാരുടെ തന്നെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന ഇത്രയും പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത്. ഗവൺമെന്റ് സംവിധാനങ്ങളെല്ലാം നോക്കുകുത്തിയായിട്ടിരിക്കുകയാണ്. അവിടെ ശ്രീ ജിനീഷേ, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി PC വിഷ്ണുനാഥ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതൊക്കെ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ അദ്ദേഹം റൂമെടുത്ത് ഉറങ്ങുകയാണ് എന്നൊരു ആരോപണം പറയാനിടയാക്കിയ ബോധ്യം എന്താണ് അങ്ങയുടെ? അല്ല, അതിനകത്തെ ഇപ്പം നമ്മൾ എങ്ങനെയാണ് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ഇവിടെ വരുന്നു, എങ്ങനെയാണ് ഏകോപനം ഉണ്ടാക്കേണ്ടത്? ഏകോപനം ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ മുമ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ, എല്ലാ ദിവസവും വൈകിട്ട് ഓൺലൈൻ മതി. ഒരു അരമണിക്കൂർ ഒരു മീറ്റിംഗ് കൂടി ഓരോ പ്രദേശത്തെയും സാഹചര്യങ്ങൾ വിലയിരുത്തുക. അദ്ദേഹം ഇന്ന് രാവിലെ ഒരു മാധ്യമത്തോട് സംസാരിക്കുകയാണ്, കോന്നിയിൽ കാര്യമായ പ്രശ്നമില്ല എന്ന് വെച്ചാൽ. ഒരു കാര്യം ചോദിച്ചോട്ടെ, മുഖ്യമന്ത്രിയുടെ കാര്യം മാറ്റി നിർത്തുക. താങ്കളെ ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി, അവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ എപ്പോഴെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? അല്ല, ഞാൻ 1-2 തവണ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തെ അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം ഒരു തവണ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. അത് അദ്ദേഹം കോന്നിയിൽ ഒരു യോഗം കൂടാൻ 3 മണിക്ക് വരുന്നുണ്ട് എന്ന് പറയാൻ. അപ്പോൾ ഞാൻ കൊക്കാത്തോടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഉരുളുപൊട്ടിയെടുത്ത് നിൽക്കുക. 2 മണിക്കാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ എത്തി. പ്രഹസനമായിരുന്നു യോഗം. കാരണം നമ്മൾ വരുന്ന എന്താ, പഞ്ചായത്ത് പ്രസിഡന്റ്, ജനപ്രതിനിധികൾ, ഓഫീസർ, മണ്ഡല താലൂക്ക് തല ഓഫീസർമാരെല്ലാം പങ്കെടുക്കുമെന്നാ. അവിടെ ചെന്നപ്പോൾ UDFന്റെ ഘടകകക്ഷി നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. അവരുടെ കൂടെ ഇരുന്ന് മീറ്റിംഗ് കൂടുക. ഒരു തരത്തിലും ഇതിൻ്റെ ഫലപ്രദമായ ഒരു നിർദ്ദേശവും പറയാനോ ഒന്നും ഒരു സാഹചര്യമില്ല. വന്നു പോയി. ഞാൻ പറഞ്ഞു, നമുക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങൾ പോകണം, എങ്കിലേ ഭീകരാവസ്ഥ മനസ്സിലാവത്തുള്ളൂ. ഈ ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡിയോയിലിരുന്ന് കാണുന്നത് പോലെ അദ്ദേഹം ഇവിടുത്തെ ഉരുൾപൊട്ടിയ സ്ഥലങ്ങൾ, മണ്ണിടിഞ്ഞ സ്ഥലങ്ങൾ ഒക്കെ ആ ടിവിയിൽ കാണുന്നുണ്ടാവാം. അതിനപ്പുറം അദ്ദേഹത്തിന് ഈ ഫീൽഡിൽ നടക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് മനസ്സിലാവുന്നില്ല. അതല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയില്ലല്ലോ. എന്ത് ഏകോപനം? ആകെ കൂടി ഒരു മീറ്റിംഗ് അല്ലാതെ ഒരു മീറ്റിംഗ് കൂടുന്നില്ല. എങ്ങനെയാണ് ഏകോപനം നടത്തേണ്ടത്? അപ്പൊ ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടല്ലേ ഏകോപനം? തീർച്ചയായും ഞാൻ അങ്ങയിലേക്ക് അടുത്ത ഊഴമെത്താം.